ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ജെമിനൈയുടെ റീഡിങ്ങിൽ കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യണത് ആൻഡ് റീപോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ജെമിനൈ, നമ്മൾ ഇന്ന് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിങ്ങും ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക പേയ്മെൻറ്റ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട്. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഫോൺ കോൾസ് റിസീവ് ചെയ്യാറില്ല. അപ്പോൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ആൻഡ് ഞാൻ അവിടെ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ട വെച്ചാൽ വെബ്സൈറ്റിൽ ചാറ്റ് ഓപ്ഷൻ ഉണ്ട് ആൻഡ് ഇമെയിലിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനൈ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ടെമ്പറൻസ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ 6 ഓഫ് സോഡ്സ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് 9 ഓഫ് സോഡ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 4 ഓഫ് കപ്സ്. ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ 9 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ Ace of Wands. അപ്പോൾ ജെമിനൈ, ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഓക്കെ, അതിൻ്റെ മുമ്പേ എനിക്ക് നിങ്ങളുടെ ഈ സ്ലോട്ട് ഫിൽ ചെയ്യണം എന്നുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കം, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ ഔട്ട്കം നമ്മൾക്ക് എൻഡിൽ നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. നിങ്ങൾ ഈ പേഴ്സണ് കുറേ എഫേർട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇടുണ്ടാവും. നിങ്ങൾ ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യുന്നുണ്ടാവും, മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ എഫേർട്ട് ഞാൻ കാണുന്നില്ല. ഓറൽസ് ഓപ്പോസിറ്റ് ആയിരിക്കാം. പറഞ്ഞാൽ നിങ്ങളായിരിക്കും, ഈ പേഴ്സൺ ആയിരിക്കും എഫേർട്ട് ഇടുണ്ടാവുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു അത്ര എഫേർട്ട് ഞാൻ കാണില്ല. മാച്ച് ചെയ്യണ മാതിരി എഫേർട്ട് ഇല്ല. ഈ പേഴ്സൻ്റെ എനർജിയിൽ ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് സാജിറ്റേറിയസ് എനർജിയാണ്. ആൻഡ് ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു ബാലൻസ് ആണ് കാണുന്നത്, ഹീലിംഗിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ? ലവേഴ്സ്. അത് ജെമിനൈയുടെ തന്നെ എനർജിയാണ്. സോൾമേറ്റ് കണക്ഷൻ്റെ എനർജിയാണ് ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെപ്പറേഷൻ ആണ് കാണുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങളുടെ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾ ഒരുമിച്ച് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഓറൽസ് എന്തോ വർക്ക് റിലേറ്റഡ് കാര്യത്തിൽ നിങ്ങൾ മീറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് കോണ്ടാക്ട് കുറെ ഓൺ ആൻഡ് ഓഫ് ആയിരുന്നു. അതെന്താ വെച്ചാൽ അവരുടെ ലൈഫിൽ എന്തോ ഒരു സെപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളുടെ ലൈഫിൽ അത്ര ഇപ്പോൾ ആക്റ്റീവ് അല്ല. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് നടന്നുണ്ട്. ഒരു വലിയൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ റിലേഷൻഷിപ്പിൽ, അവരുടെ ഫാമിലിയിൽ എന്തോ ഒരു വലിയ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഹീൽ ചെയ്യാൻ നോക്കുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അവരുടെ ഫാമിലിയിൽ ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഓർ അതല്ലച്ച അവരുടെ ഹെൽത്തിൻ്റെ കാരണം അവർക്ക് കുറച്ചൊരു ബെഡ് റെസ്റ്റ് ഇല്ല, അങ്ങനത്തെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടാവും അവരുടെ ഹെൽത്തിൻ്റെ കാരണം. ആൻഡ് അതുകൊണ്ടുമായിരിക്കാം നിങ്ങൾ രണ്ടാളുടെയും
റിലേഷൻഷിപ്പിൽ അത്ര ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത്. ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ 6 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ ഈ ഡിഫിക്കൾട്ട് സമയം നിങ്ങൾ ഫേസ് ചെയ്തത് അതൊരു ഫേസ് ആണ്. അപ്പോൾ നിങ്ങൾ പോണത് സ്റ്റെബിലിറ്റിയുടെ ഡിറക്ഷനിലാണ്, കുറച്ചുകൂടിയും ഒരു പീസ്ഫുൾ സമയത്തിലാണ് നിങ്ങൾ പോണത്. ആൻഡ് ഈ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസും മുമ്പോട്ട് പോയിട്ട് അത് സോർട്ട് ഔട്ട് ആവും. പറഞ്ഞാൽ ഇതൊരു പെർമനന്റ് ഇഷ്യൂ അല്ല. ഓക്കെ, ഇത് ടെമ്പററി ഇഷ്യൂസ് ആണ്. ഇവിടെ ഞാൻ റീലൊക്കേഷന്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മേ ബി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും ഈ പേഴ്സണെ മീറ്റ് ചെയ്യാൻ. കുറെ ദൂരെ ആയിരിക്കും നിങ്ങൾ രണ്ടാളും താമസിക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഈ സമയത്ത് ചില ബ്ലോക്സ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ ആ സമയം കഴിഞ്ഞ ഞാൻ ഫോർവേഡ് മൂവ്മെന്റ് ആണ് കാണുന്നത്. ആ ബ്ലോക്സ് ഒക്കെ മാറി നിങ്ങൾ മുമ്പോട്ടാണ് പോണത്. കമ്മ്യൂണിക്കേഷനും തുടങ്ങും, ആദ്യം റീസ്റ്റാർട്ട് ആവും. ഇപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 5 ഓഫ് പെന്റിക്കിൾസ് ആണ്. നിങ്ങൾ കുറെ ഡിസപ്പോയിന്റഡ് ആണ് ആക്ച്വലി. നിങ്ങൾക്ക് ഒരു ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ അത്ര പറഞ്ഞാൽ അവർ അത്ര എനർജി എഫേർട്ട് ഒന്നും ഇടില്ല. നിങ്ങളുടെ സൈഡിൽ നിന്നാണ് എപ്പോഴും നിങ്ങൾ എഫേർട്ട് ഇടണേ. അത് കുറച്ചൊരു നിങ്ങൾ ഒരു ലെഫ്റ്റ് ഔട്ട് മാതിരി ഫീൽ ചെയ്യണു, കുറച്ച് ലോൺലി ആയി ഫീൽ ചെയ്യണു, ഡിസപ്പോയിന്റഡ് ആയി ഫീൽ ചെയ്യണു. ഈ പേഴ്സൺ പക്ഷെ അവർക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ തരണം എന്നുണ്ട്. പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് തുടങ്ങുണ്ടാവുക. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അവർക്കും വേണ്ടത്. അപ്പൊ അവര് ഇത് കാഷ്വൽ ആയിട്ടല്ല എടുക്കണേ, അവരും സീരിയസ് ആണ്. ലോങ് ടേം റിലേഷൻഷിപ്പ് അവർക്കും വേണം. പക്ഷെ ഈ സമയത്ത് നിങ്ങൾ കുറെ സ്ട്രോങ് ആയിട്ട് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാനാണ് നോക്കണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട്, ലോ സെൽഫ് എസ്റ്റീം, ലോ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഇവരൊന്നും ഒരു ശ്രദ്ധിക്കണില്ല, ഒന്നും ഒരു ഇൻട്രസ്റ്റ് കാണിക്കാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറച്ചുകൂടിയും ഒരു പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്താ ഞാൻ കാണുന്നത് ആ സിറ്റുവേഷൻ തീരാൻ പോകുന്നത്. നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ പുതിയ ബിഗിനിങ് ഇതായിരിക്കും, ഈ പേഴ്സൺ തരണ ഓഫർ ആയിരിക്കാം. ഈ പേഴ്സണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ഓഫർ തരണം എന്നുണ്ട്. ഇപ്പൊ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആവാം, ഇല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു റിലേഷൻഷിപ്പിന്റെ ഓഫർ ആയിരിക്കാം. പക്ഷെ വേറെ ആൾക്കാർ ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാനും നോക്കുന്നുണ്ട്. ഇപ്പൊ ഈ വേറെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്നായിരിക്കാം, അവരുടെ ഫാമിലി, അവരുടെ എക്സ്, ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് മേ ബി ആ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ഇല്ലച്ചാൽ അവരുടെ ലൈഫിൽ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനത്തെ എന്തോ ഒരു ബ്ലോക്കേജ് ഞാൻ ഈ പേഴ്സന്റെ സൈഡിൽ കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സീരിയസ് റിലേഷൻഷിപ്പ് വേണം. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞ നിങ്ങളുടെ മനസ്സിൽ കുറെ സ്ട്രെസ് ആണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ ലൈഫ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻഡ് നിങ്ങളുടെയും ഈ പേഴ്സന്റെ എന്താണ് ഫ്യൂച്ചർ അറിയാണ്ട് നിങ്ങൾ പറഞ്ഞ ഒരു ആൻസേഴ്സ് ഇല്ല, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നിങ്ങളും സ്ട്രെസ്ഡ് ഔട്ട് ആവണേ. ഈ 9 ഓഫ് സോഡ്സ് ഇവിടെ എന്താണ്, ജഡ്ജ്മെന്റ്. അപ്പോൾ എവിടെയോ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ്, ഈ ഫീലിംഗ് കൂടുതൽ ഇങ്ങനെ കൊണ്ടുപോകണം എന്നില്ല. എന്നുവെച്ചാൽ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാനാണ് വിചാരിക്കണത്. ഈ സിറ്റുവേഷനിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഇല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവും. ആൻഡ് ഇവിടെ ഞാൻ കാണുന്നത് ഒരു ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് കുറെ റിഗ്രറ്റ്സ് ഉണ്ട്, കുറെ ഒരു സാഡ്നെസ് ഉണ്ട്, ഒരു നിങ്ങൾക്ക് ഈ ഡിസിഷൻ എടുക്കുമ്പോൾ കുറെ വിഷമമുണ്ട്. പക്ഷെ ആ ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്നുവെച്ചാൽ ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. നിങ്ങൾക്ക് എത്ര സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഡിസിഷൻ, ആ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ നോക്കും. പക്ഷെ അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. ഇത് ഇപ്പോഴത്തെ കാര്യമല്ല. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ എനർജിയാണ് അത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പേഴ്സന്റെ എനർജിയിൽ ഒരു മാറ്റം വരുന്നില്ല വെച്ചാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യും. ഈ പേഴ്സന്റെ ഇന്റൻഷൻ 4 ഓഫ് കപ്സ് ആണ്. ഇവർ എവിടെയോ നിങ്ങളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് എടുക്കുന്നത്. അവർ നിങ്ങളെ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫീലിങ്സ് ഉണ്ടായിട്ടും എവിടെയോ അവർ മിസ് ചെയ്തു ഈ ഓപ്പർച്യൂണിറ്റീനെ. എന്നുവെച്ചാൽ അവരുടെ മനസ്സ് ഞാൻ പറഞ്ഞ മാതിരി അവരെന്തോ റിക്കവർ ആയിരുന്നു ചെയ്യണ്ടായിരുന്നേ. അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഓക്കെ, പക്ഷെ എവിടെയോ അവർ ആ ഹിൻസ് അവർ പിടിച്ചില്ല. നിങ്ങൾ തരണ ഹിൻസ് അവർക്ക് മനസ്സിലായില്ല. ഓർ എന്താ അറിയില്ല, അവർ വേറെ കാര്യങ്ങൾ ഓർത്തിട്ട് ആയിരിക്കും നിങ്ങളുടെ ഈ ഓഫറിനെ മിസ് ഔട്ട് ചെയ്ത്. പക്ഷെ എന്തായാലും അവർക്ക് ഒരു സഡൻ റിയലൈസേഷൻ വരാൻ പോകുന്നുണ്ട്. ഒരു സഡൻ അവർ സഡൻലി ഒരു എഫേർട്ട് എടുക്കാൻ തുടങ്ങും. അവർക്കും ഈ റിലേഷൻഷിപ്പ് വേണം. ഇവിടെ അവർ മാനിഫെസ്റ്റ് ചെയ്യണം ഈ റിലേഷൻഷിപ്പ്. പക്ഷെ എവിടെയോ അവർ അത്ര നിങ്ങളുടെ ഫീലിങ്സ് അവർ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യണമെന്ന് അവർക്ക് അറിയും പോലും ഇല്ല. അവരുടെ തന്നെ വേൾഡിലാണ് ഈ പേഴ്സൺ. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പൊ 9 ഓഫ് കപ്സ് ഒരു ആക്ഷൻ എടുക്കാത്ത പേഴ്സന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് ഒരു കണ്ടെന്റ് ഇല്ല പേഴ്സൺ. പറഞ്ഞാൽ അവർക്ക് എല്ലാം ഇല്ല. ഒരു പേഴ്സന്റെ ലൈഫിലെല്ലാം ശരിയായി പോകുന്നുണ്ട്. ഇത് മാത്രം ഒരു കാര്യം ശരിയാവാത്തതല്ലൂ. പക്ഷെ നിങ്ങൾ ആ എനർജിയിലാണ്. നിങ്ങൾ അങ്ങനെ ഒരു എഫേർട്ടും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷ് ഉണ്ട്, ഈ പേഴ്സൺ വന്നാൽ നല്ലതായി. പക്ഷെ അങ്ങനെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് കാണുന്നില്ല. ഓക്കെ, കിങ് ഓഫ് വോൺസ്. ഈ പേഴ്സന്റെ സൈഡിൽ നിന്നാണ് എഫേർട്ട് ഉണ്ടാവാൻ പോണേ. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സൈഡിൽ നിന്ന് ലവ് ഉണ്ട്. പക്ഷെ എഫേർട്ട് ഞാൻ ഇപ്പോൾ നിങ്ങളൊരു സ്റ്റെപ്പ് ബാക്ക് ആണ് എടുക്കണത്. നിങ്ങൾക്ക് ഇപ്പോൾ അത്ര ഈ എപ്പോഴും നിങ്ങൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കുറച്ചൊരു ബാക്ക് ഫുട്ടിലായി. ഈ പേഴ്സന്റെ സൈഡിൽ ഡെഫിനറ്റ്ലി അവർ മെസ്സേജ് അയക്കും. അവർ ആണ് മെസ്സേജ് അയക്കുക, ഇല്ല വെച്ചാൽ കോൾ ചെയ്യുക. ഇപ്പോൾ എന്നുവെച്ചാൽ ഏസ് ഓഫ് വോൺസ് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അവരുടെ സൈഡിനാണ് ഇത് ഇപ്പോൾ അവർ ഇനീഷ്യേറ്റീവ് എടുക്കുക. അപ്പൊ ഈ ഏസ് ഓഫ് വോൺസ് എന്താണ് ഇവിടെ? 10 ഓഫ് പെന്റിക്കിൾസ്. അപ്പൊ അവർ വരണതും ഒരു ലോങ് ടേം ഓഫർ എടുത്തിട്ടാണ് വരണേ. ആൻഡ് ശരിയായ സമയത്ത് അവര് ഈ ഓഫർ കൊണ്ടുവരും. വീൽ ഫോർച്യൂൺ ഒരു പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് കാർഡാണ്. അത് അല്ലാണ്ട് 10 ഓഫ് പെന്റിക്കിൾസും ഒരു ഫാമിലിയുടെ എനർജിയാണ്. ആൻഡ് ഏസ് ഓഫ് വോൺസ് പാഷൻ, ആക്ഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് ഡെഫിനറ്റ്ലി ആ ആക്ഷൻ ഉണ്ടാവും. അവർ ആ ആക്ഷൻ എടുക്കും. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഔട്ട്കം. അപ്പോൾ ഇതൊരു നല്ല എനർജിയാണ്. ബ്യൂട്ടിഫുൾ റീഡിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം നിങ്ങളുടെ റീഡിംഗ് ചെയ്യാത്തത് നല്ലതായി. എന്ന് വെച്ചാൽ ഈ റീഡിംഗ് കുറെ പോസിറ്റീവ് റീഡിംഗ് ആണ്. ഏസ് ഓഫ് കപ്സ് ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു ന്യൂ ലവ് ബിഗിനിങ്. ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. 7 ഓഫ് കപ്സ് കുറച്ചൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. നിങ്ങൾ ആ കൺഫ്യൂഷൻ ഉള്ള എനർജിയിലാണ് ഇപ്പോൾ. പക്ഷെ അത് ആ മാറ്റം വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ കൺഫ്യൂഷൻ സ്റ്റേറ്റിന് നിങ്ങൾ ഒരു ക്ലാരിറ്റിയുടെ സ്റ്റേറ്റിലേക്കാണ് പോണത്. ഈ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്കാണ് പോണത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വേൾഡ് കാണുന്നത്. ഇതൊരു പുതിയ ബിഗിനിങ്. പാസ്റ്റിന്റെ സൈക്കിൾ കഴിഞ്ഞു, ഇപ്പോൾ വരാൻ പോണ സമയം, നല്ല സമയം, പുതിയ ബിഗിനിങ് ആൻഡ് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. കുറെ ഫയർ സൈൻസ് ഉണ്ട് ഇവിടെ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്കോർപിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, ലിയോ കാണാണ്ട്, സാജിറ്റേറിയസും ഉണ്ട്. ഓക്കെ, ടോറസ് ഉണ്ട്, അക്വേരിയസും ഉണ്ട്. അപ്പൊ ഇതാണ് സൈൻസ് ഞാൻ ഇവിടെ കാണുന്നത്. പക്ഷെ ഏതും സൈൻ്റെ ആവാട്ടോ, ഇത് ഈ സൈൻസ് തന്നെ ആവണം എന്നില്ല. ഇത് കണ്ടു, അതുകൊണ്ട് ഞാൻ പറയണു. പക്ഷെ എന്താണ് ഈ പേഴ്സന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? വി ബോത്ത് നോ ഐ എം നോട്ട് ദ വൺ ഫോർ യു. ഐ എം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ആ കണക്ഷൻ. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് ഈ ഫീലിംഗ് ഉണ്ടായേ. ഈ പേഴ്സണ് ഷുവർ ആയില്ല അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. ഐ റിഗ്രറ്റ് ലൈങ് ടു യു. അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ യു ആർ ദ ബെസ്റ്റ് തിങ് ഇൻ മൈ ലൈഫ്, അവരുടെ ഫീലിങ്സ് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ജെമിനായി. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു. ആൻഡ് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ക്ലെയിം ചെയ്യുക ഈ വീഡിയോസിനെ. കമന്റ്സിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. അത് ക്ലെയിം ചെയ്യുമ്പോൾ എവിടെയോ ഇത്
നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ക്ലെയിം ചെയ്യണ മാതിരിയാണ്. ഓക്കെ, ഈ റീഡിങ്. അപ്പോൾ ക്ലെയിം ചെയ്യുക ആൻഡ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ട് അവിടെ, പ്ലീസ് മെസ്സേജ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ, വാട്സാപ്പ് ചാറ്റ് അയയ്ക്കുക. ഞാൻ ഫോൺ കോൾസ് റിസീവ് ചെയ്യാറില്ല. അപ്പോൾ ചാറ്റ് അയച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അതല്ലാണ്ട് വെബ്സൈറ്റിലും ഒരു ചാറ്റ് ഓപ്ഷൻ ഉണ്ട്, ഓർ ഇമെയിലും നിങ്ങൾക്ക് അയക്കാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.